അതെ, SI സാർ അകത്തേക്ക് വിളിക്കുന്നു. വാ, പേടിക്കണ്ട, വാ. ഈ സ്ത്രീയെ പരിചയമുണ്ടോ അമൃതയ്ക്ക്? ഇവരാ സാർ ബസ്സിൽ എന്റെ അടുത്തിരുന്നത്. മാത്രമല്ല, ഇവളാണെന്ന് സ്റ്റേഷനിൽ വന്നപ്പോ അമൃതയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ സംശയം പറഞ്ഞതും. അമൃത, ഇവളാണ് ബസ്സിനുള്ളിൽ വെച്ച് മാല മോഷ്ടിച്ചതും പിടിക്കപ്പെടുമെന്നായപ്പോൾ അത് അമൃതയുടെ ബാഗിലിട്ടതും. ഇന്ന് വൈകിട്ട് ഇവൾ മറ്റൊരു ബസ്സിൽ നടത്തിയ മോഷണ ശ്രമത്തിനിടയിൽ കൈയോടെ പിടിക്കപ്പെടുകയായിരുന്നു. രാവിലെ ഇവിടെ വെച്ച് കണ്ട മുഖപരിചയം വെച്ച് വേണ്ട രീതിയിലൊന്ന് ചോദ്യം ചെയ്തപ്പോഴാ അമൃതയുടെ ബാഗിൽ മാലയിട്ട കാര്യം ഇവൾ സമ്മതിച്ചത്. എന്തിനാ എന്നെ കളിയാക്കിയത്? അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടി. എനിക്ക് രക്ഷപ്പെടാൻ അതേ മാർഗം ഉണ്ടായിരുന്നുള്ളൂ. അയ്യോ അയ്യോ, എന്റെ മാല കാണുന്നില്ല. അയ്യോ, എന്റെ മാല കാണുന്നില്ല. എന്റെ മാല 3 പവന്റെ മാലയായിരുന്നു. അതെ, വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിട്. കള്ള വണ്ടി തന്നെ ഉണ്ടാവും. അയ്യോ, വണ്ടി എടുക്കല്ലേ. എന്നെ ഇവിടെ ഒന്ന് ഇറക്കി വിടാമോ? എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്തിന്റെ പേരിലാണെങ്കിലും നിങ്ങൾ കാണിച്ച ചതിക്ക് ഇന്നേ നിമിഷം വരെ ഞാൻ അനുഭവിച്ച അപമാനത്തിനും മനപ്രയാസത്തിനും കണക്കില്ല. ഈശ്വരാനുഗ്രഹവും എന്റെ അനിയത്തിമാരുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രം എന്റെ നിരപരാധിത്വം തെളിഞ്ഞത്. മേലിൽ ആരോടിങ്ങനെ ചെയ്യരുത്. ആവതുണ്ടല്ലോ അധ്വാനിച്ച് ജീവിക്കാൻ. ഇനി എനിക്ക് പോകാലോ സർ? സോറി അമൃത, നിയമത്തിന്റെയും തെളിവുകളുടെയും പിന്നാലെയാണ് പോലീസ് നീങ്ങുന്നത്. ചിലപ്പോ നിരപരാധികളെ സംശയിക്കേണ്ടിയും ശിക്ഷിക്കേണ്ടിയും വരും. ക്ഷമിക്കണം. സർ, അപ്പൊ ഞങ്ങൾ ഇനി ഇവിടെ ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നാളെ തീർക്കാം. ഇപ്പോ അമൃത വീട്ടിലേക്ക് വെക്കോ. താങ്ക് യു സർ. വാ. ഇവളെ ലോക്കപ്പിലേക്ക് മാറ്റ്. നടക്കടി അങ്ങോട്ട്. ആരും സഹായിക്കാനില്ലാത്ത എനിക്ക് വേണ്ടി ഇത്രയും നേരം. അതെ, നന്ദി പറയാനാണ് ഉദ്ദേശമെങ്കിൽ വേഗമായിക്കോട്ടെ. നേരെ ഉരുട്ടി മഴ വരാൻ സാധ്യതയുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അല്ലെങ്കിൽ അത് വേണ്ട, സാഷ്ടാംഗം വീണിട്ട് എന്റെ കാല് പിടിച്ചാലും മതി.